പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജി സുധാകരന്റെ തെറ്റിദ്ധാരണ താൻ സംസാരിച്ചു മാറ്റുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം റിപ്പോർട്ടറിനോട്. ജി സുധാകരനുമായി നല്ല ഹൃദയബന്ധമാണുള്ളതെന്നും രാജു എബ്രഹാം പറഞ്ഞു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. സുധാകരന്റെ പ്രവർത്തനത്തെപ്പറ്റി സമ്മേളനത്തിൽ ചർച്ചയുമായില്ല. ഇപ്പോൾ നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ജി സുധാകരൻ സഖാവ് നിയമസഭയിൽ ആദ്യം വന്നപ്പോൾ ഞങ്ങളെല്ലാം ഒരു സീറ്റിലിരുന്ന ആളുകളാണ്. അത്ര വലിയ വ്യക്തിപരമായ ബന്ധമാണുള്ളത്. കേരളം കണ്ട ഏറ്റവും മികച്ച മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ജില്ലാ സമ്മേളനത്തിൽ ഒരു പരാമർശനം പോലും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞില്ല, അദ്ദേഹം വഹിച്ച പദവിയെപ്പറ്റി പറഞ്ഞില്ല, മന്ത്രിസ്ഥാനമോ പ്രവർത്തനമോ ഒന്നും ഒരു വിമർശനം പോലും അവിടെ ഉണ്ടായില്ല. എന്തോ തെറ്റിദ്ധാരണയാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കാൻ ഇടയായത്. അദ്ദേഹത്തെ ഞാനിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ തെറ്റിദ്ധാരണ തീർച്ചയായിട്ടും ഞങ്ങൾ മാറ്റും. തെറ്റിദ്ധാരണ മാറ്റും എന്നാണ് ഇപ്പോൾ രാജു എബ്രഹാം പുതുതായിട്ട് ചുമതലയേറ്റ പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ജി സുധാകരൻ യഥാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. തമ്പ്രാക്കമ്പലയുടെ കാലത്തൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങണ്ട, ഞാൻ മറുപടി പറയാതിരിക്കേണ്ട എന്നൊക്കെ പറയണമെന്ന് എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞത്. ചില ആളുകളുടെ കുത്തിത്തിരിപ്പാണെന്നൊക്കെ അന്ന് ജി സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് തണുപ്പിക്കാനാണോ രാജു എബ്രഹാമിന്റെ നീക്കം? പ്രവീൺ പുരുഷോത്തമൻ. അതെ അരുൺ, കാര്യങ്ങളൊക്കെ ഒന്ന് തണുപ്പിക്കാൻ തന്നെയാണ് പുതിയ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിൻ്റെ നീക്കം എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന CPM ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിമർശനങ്ങൾ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. അതിലൊന്നായിരുന്നു മുൻമന്ത്രി ജി സുധാകരനെതിരെയുള്ളത്. ജി സുധാകരനെതിരെ ഉയർന്ന വിമർശനം എന്നുള്ളത് അദ്ദേഹം മന്ത്രിയായി MLA ആയി ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ്. പാർട്ടി നേതൃത്വം അടിയന്തരമായി ജി സുധാകരനെ നിയന്ത്രിക്കണമെന്നായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ ഒരു വിമർശനമായി വന്നത്. ഈ ഒരു വിഷയത്തിലാണ് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പ്രതികരിച്ചത്. അദ്ദേഹം പ്രതികരണത്തിൽ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞത് പാർട്ടി ക്ലാസുകളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ, തൻ്റെ വായനയിൽ നിന്നുള്ള അറിവുകൾ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് താൻ സംസാരിക്കാറുള്ളത്. മറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ആരെങ്കിലും ഒരാളെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും പത്രക്കാരെയോ മാധ്യമപ്രവർത്തകരെയോ വിളിച്ച് പറഞ്ഞതായിരിക്കും. അങ്ങനെയൊരു സംഭവം അവിടെ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ ദേഷ്യത്തിൽ ജി സുധാകരൻ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് പ്രതികരണവുമായി വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജി സുധാകരനെ പോലെയുള്ള ഒരു നേതാവിനെ പറ്റി ഒരു വിമർശനം അവിടെ വന്നിരുന്നില്ല. ഈ ഒരു വിഷയത്തിൽ ജി സുധാകരനുമായി സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ നീക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം എന്നൊരു കോംപ്രമൈസ് രീതിയിലാണ് ഇപ്പോൾ രാജു എബ്രഹാം പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ജി സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. അതാണിപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ ഈ ഒരു മറുപടിക്ക് കാരണം. തെറ്റിദ്ധാരണ ഏതായാലും മാറ്റുമെന്ന് തന്നെയാണ് രാജു എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. തെറ്റിദ്ധാരണകളൊക്കെ മാറട്ടെ. ജി സുധാകരനെ പോലുള്ള മുതിർന്ന CPM നേതാവിനെ ആ അർത്ഥത്തിൽ പരസ്യമായി വിമർശിക്കാനൊന്നും CPM ധൈര്യപ്പെടില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ പ്രതിനിധി സമ്മേളനത്തിലൊക്കെ ജി സുധാകരൻ പറയുന്ന ചില കാര്യങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കടുപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇത് കേട്ടിട്ടാണ് ജി സുധാകരൻ പ്രതികരിച്ചത്. ഈ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണ മാറ്റും എന്നാണ് ഇപ്പോൾ പുതുതായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞിരിക്കുന്നത്.